കിച്ചണിലേക്ക് വേണ്ടിയിട്ട് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇന്നത്തേത്. ഞാനിതെല്ലാം വാങ്ങിയിട്ടുള്ളത് മീഷോ ആപ്പിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഏതെങ്കിലും ഒരൈറ്റമെങ്കിലും ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ശരി, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് അൺബോക്സിങ് ചെയ്യണത് ഒരു കിച്ചൺ മാറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കോംബോ ആയിട്ടാണ് വന്നത് കേട്ടോ. അതായത് ഒരെണ്ണം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മാറ്റും ഒരെണ്ണം നമ്മുടെ ഡോർ മാറ്റിൻ്റെ ഒക്കെ സൈസിലുള്ള ഒരു മാറ്റുമാണ് വന്നത്. അപ്പോൾ ഇതൊരു 196 രൂപയ്ക്കാണ് ഇത് ഈ ഒരു കോംബോയിൽ ഇത് വന്നത് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ റേറ്റാണ്. കാരണം ഇത് രണ്ടെണ്ണത്തിനോട് കൂടിയാണല്ലോ ഈ ഒരു റേറ്റ് വരുന്നുള്ളൂ. അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതൊരു ബോട്ടിൽ ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. ഇത് സിലിക്കോൺ ബ്രഷാണ്. നല്ലതാണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ്. 87 രൂപയാണ് വരുന്നുള്ളൂ. ഈ ബ്രഷ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല യൂസ്ഫുള്ളാണിത്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അതായത് നമ്മുടെ മോമോ മേക്കർ എന്ന് പറയും. അപ്പോൾ മോമോസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. പക്ഷേ സംഭവം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി, അത് കാരണോട് മേടിച്ചതാണ്. ഉപയോഗിച്ച് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒരു റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പരത്തി എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിന് വരുന്നത് 169 രൂപയാണ് കേട്ടോ വില വരുന്നത്. പിന്നെ ഈ മീഷോയിലായതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ കോയിൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണോട് തന്നെ നമുക്കിപ്പോൾ ഈ 169 എന്ന് പറഞ്ഞാലും ഇതിനേക്കാളും ഒരുപാട് റേറ്റ് കുറച്ചായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അത് കിട്ടാൻ പോണത്. പിന്നെ ഇത് അടുത്തത് ഒരു മോർട്ടാർ ആൻഡ് പെസ്റ്റിലാണ്. നമുക്ക് ഉള്ളിയൊക്കെ ചതച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് അലുമിനിയത്തിൻ്റെയാണ്. പക്ഷേ കാഴ്ചയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കിച്ചണിലൊക്കെ വെച്ചേക്കുവാണെങ്കിൽ നല്ല ഷോ ആയിരിക്കും കാണാനാണെങ്കിലും. 220 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അതുപോലെ നമുക്കിപ്പോൾ അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മട്ട്ലർ യൂസ് ചെയ്യുമല്ലോ, അതായത് നമ്മൾ ഇടിച്ച് എന്താ പറയുക ഈ പഴമൊക്കെ ചതച്ചെടുക്കാനായിട്ടുള്ള. അപ്പോൾ അതിന് പകരം ഈ ഒരു പെസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ ഇതാ അടുത്തത് അൺബോക്സ് ചെയ്യണത് വലിയൊരു ബോക്സാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് ജാറുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രോസറിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയത്, നമ്മുടെ കടല, പരിപ്പ്, പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ കുറച്ച് ജാറുകളാണ്. അപ്പോൾ ഇത് 24 എണ്ണം വരുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെല്ലാത്തിനോട് കൂടി വരുന്നത് 333 രൂപയാണ്. പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഈ എന്താ പറയുക ഗ്ലാസ് ബോട്ടിലൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്തതിന് പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തതൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമുണ്ട് കേട്ടോ. അതുപോലെ കടുക് ഒക്കെ ഇട്ട് വയ്ക്കാൻ, ഇപ്പോൾ 100 ഗ്രാമിൻ്റെ കടുകൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ചെറിയ ബോക്സ്, 1 കിലോയുടെ ഉള്ളതിന് അങ്ങനെ ഒരു 4 സൈസിലുള്ള ബോക്സുകളാണ് കേട്ടോ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 333 രൂപയാണ് ഇതിൻ്റെ ഉള്ളത്. ഇതിൻ്റെ ഈ ലിഡ് വേറെ കളറിലുള്ളതും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതാ അടുത്തത് കട്ട്ലറി ആൻഡ് ചോപ്സ്റ്റിക് ഹോൾഡറാണ്. നമുക്കിതിനകത്ത് സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാം, അതുപോലെ നൈഫൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ പീലറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാനും ഒക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ളതിൻ്റെ എല്ലാം റേറ്റ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് അടുത്തതൊരു എഗ്ഗ് കട്ടറാണ്. ഇതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മേടിച്ചതാണ് കേട്ടോ. സത്യത്തിൽ ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി, അങ്ങനെ മേടിച്ചതാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, മേടിച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഇൻഷാ അല്ലാ ഏതെങ്കിലുമൊക്കെ ഒരു റെസിപ്പിയിലൊക്കെ ഇതൊക്കെ കാണിക്കാം കേട്ടോ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എഗ്ഗ് നല്ല ഭംഗിയായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് 4 ഐറ്റംസ് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതായത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊക്കെ നമ്മൾ തൊലി കളഞ്ഞിട്ടൊക്കെ ഇട്ട് വയ്ക്കില്ലേ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാനൊക്കെ പറ്റും. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ചെയ്യാനായിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ അടുത്തതൊരു ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. അത് 2 എണ്ണമായിട്ട് വരുന്ന ഒരു കോംബോ സെറ്റ് തന്നെയാണ്. 1 ലിറ്റർ വരുന്ന, അതായത് 1 കിലോ ഓയിലൊക്കെ നമുക്കിതിനകത്ത് ഒഴിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം, അതായത് 2 ലിറ്റർ നമുക്ക് ഒഴിച്ച് വയ്ക്കാൻ പറ്റും. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാനിതിനകത്ത് ഒരെണ്ണത്തിൽ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് വയ്ക്കും, ഒരെണ്ണത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കും. അങ്ങനെ ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ.
പിന്നെ അടുത്തത് ഒരു ജഗ്ഗാണ്. അപ്പോൾ ജഗ്ഗ് എത്രയാണ്, ഇത് 2 ലിറ്ററിൻ്റെ ജഗ്ഗാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ റംസാനിലൊക്കെയാണ് ജ്യൂസൊക്കെ ഒഴിച്ച് വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ ഒരു 2 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 പേർ 250 ml ഗ്ലാസ്സിനൊക്കെയുള്ള ജ്യൂസാണ് നമ്മൾ എടുക്കണമെങ്കിൽ 8 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജഗ്ഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ജ്യൂസൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ജ്യൂസ്, വെള്ളം അങ്ങനെയുള്ളതൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ജഗ്ഗാണ്. പിന്നെ ഈ ജഗ്ഗിനൊരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ മേടിച്ചതാണ്. ഇത് സെപ്പറേറ്റ് തന്നെ മേടിച്ചതാണ് കേട്ടോ. 6 ഗ്ലാസ്സുകൾ. അപ്പോൾ ആ ഒരു ഷേപ്പിന് വരാവുന്ന രീതിയിൽ, ഒരു സ്ക്വയർ ഷേപ്പൊക്കെ വരാവുന്ന രീതിയിലുള്ള ഗ്ലാസ്സുകളാണ്. ഇത് 250 ml 6 ഗ്ലാസ്സാണ്. പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. ഇത് പറഞ്ഞ പോലെ തന്നെ ജ്യൂസ്, വെള്ളം ഇതൊക്കെ നമുക്ക് യൂസാക്കാൻ പറ്റിയ നല്ല ഗ്ലാസ്സുകളാണ് കേട്ടോ. പിന്നെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. കാരണം പിന്നെ അടുത്തത് ഒരു എക്സ്റ്റൻഷൻ ബോർഡാണ്. അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിന് കിട്ടിയ ഒരു ഐറ്റമാണ്. എനിക്കിത് മേടിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ ഡൗട്ട് അടിച്ചു പോയി, കാരണം ഇത് പറ്റിയിലാണോ എന്ന് വരെ ചിന്തിച്ച് പോയ ഒരു ഐറ്റമായിരുന്നു. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജറൊക്കെ 2-3 ചാർജറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ലൊരു എക്സ്റ്റൻഷൻ ബോർഡാണ്. പിന്നെ അടുത്തത് ഒരു വോൾ സ്റ്റിക്കറാണ് കേട്ടോ. അതായത് നമ്മുടെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരു വോൾ സ്റ്റിക്കറാണ്. പിന്നെ ആയത്തുൽ കുർസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കാനുള്ള ഒരു ചെറുത് ഇതുപോലത്തെ മേടിച്ചു. പിന്നെ ഇതിൻ്റെ തന്നെ വലിയ ടൈപ്പിലുള്ളതും മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്വിച്ച് ബോർഡിലും ഒട്ടിച്ചു വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരക്കുപ്പായം, മുസല്ലയൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മേടിച്ചത് കേട്ടോ. പിന്നെ അടുത്തത് ഒരു വാൾ പേപ്പറാണ്. അപ്പോൾ അത് നമ്മുടെ കിച്ചനകത്ത് ഞാൻ വേറൊരു എന്താ പറയുക, ഒരു ചെറിയ ഷെൽഫും കൂടെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത് ടൈല് വരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു വാൾപേപ്പറാണ് ഒട്ടിച്ചു കൊടുത്തത്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കാരണമുണ്ട് ഈ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തിന്. പിന്നെ അടുത്തത് കുറച്ച് ബോൾ ഹുക്സാണ്. അപ്പോൾ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഹുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലാണെങ്കിലും അതുപോലെ ഈ കബോർഡ്സിൻ്റെ അകത്തൊക്കെയാണെങ്കിൽ നമുക്ക് ചെറുതെന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഹാങ് ചെയ്തിടാൻ നല്ലതാണ്. ഒരു 5 kg വരെ കപ്പാസിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഹാങ് ചെയ്തിടാൻ പറ്റും കേട്ടോ. വലിയ പാനൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചാടിപ്പോരും, പക്ഷെ എല്ലാത്തൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നുണ്ട്. നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ഇത് അടുത്തത് നല്ലൊരു സ്പാച്ചുലയാണ് കേട്ടോ. നല്ല നീളമൊക്കെയുള്ള നല്ല കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു സ്പാച്ചുലയാണ്. അപ്പോൾ നമുക്കിത് സിലിക്കോണാണ്. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ കുക്കിംഗ് വീഡിയോസൊക്കെ കാണിക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇതിൻ്റെ പ്ലാസ്റ്റിക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണത്. ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, സിലിക്കോണാണ്. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ അടുത്തൊരു വട മേക്കറാണ്. അപ്പോൾ വട ഷേപ്പ് ചെയ്തൊക്കെ നല്ല പെർഫെക്റ്റ് ഷേപ്പിലൊക്കെ വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് നിലത്തോടെ ഒന്നും ആവാണ്ടിരിക്കാൻ വേണ്ടി ആ റെഡ് കളർ ആ ഒരു സ്റ്റാൻഡിൽ വയ്ക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ വട മേക്കർ നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ അടുത്തത് ഒരു നട്ട്സ് ക്രാക്കറാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ ഒരു എന്താ പറയുക, നമ്മുടെ ബദാം അതുപോലെ നട്ട്സൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കും നമ്മൾ വയ്ക്കുമല്ലോ ഫുഡിൻ്റെയൊക്കെ മുകളിലായിട്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുക്കൽ വലിയൊരു ടാസ്ക്കാണത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. സാധാരണ നമുക്ക് പ്രത്യേകിച്ച് പറയാം, ബദാമൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ടഫാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കത് അരിഞ്ഞെടുക്കാൻ പറ്റും. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ ഇത് യൂസ്ഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് കണ്ടില്ലേ, നട്ട്സൊക്കെ അരിഞ്ഞെടുത്തതാണ് കണ്ടില്ലേ. പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു ടോങ്ങാണ്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കാനും മൂടപാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.